Welcome to Care and Cure. It's my pleasure to introduce to you Dr. Darley Jameson, Dr. NMC Medical Center, ഷാഹ്ബാല കഴിഞ്ഞ 22 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെന്റിസ്റ്റ് ആണ്. Doctor, thank you so much. It's an absolute pleasure Thank to you, have you Vidya. here. Nice to meet you. Lovely to meet you too, Doctor. Doctor is ready to discuss general dental issues and dental problems. So, പറഞ്ഞതുപോലെ the phone lines are open. You can start calling. Doctor, 22 years ആയി ഇൻഡസ്ട്രിയിൽ. Yes. ഡോക്ടർ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താണ് when it comes to dental issue? ഡെന്റൽ ഇഷ്യൂസ് നമ്മൾ സാധാരണ കാണുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഏറ്റവും അധികം കാണുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഡെന്റൽ കേരീസ് ആണ്. പിന്നെ ഗം ഡിസീസ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ജനറൽ പ്രാക്ടീസിൽ എപ്പോഴും കൂടുതൽ കാണുന്നത്. പക്ഷേ ഈ ഡെന്റൽ കേരീസ് എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിൽ അത് വളരെ ചെറിയൊരു പ്രോബ്ലമാണ്. ഇത് നമ്മുടെ പല്ലിലുണ്ടാകുന്ന പോടുകൾ, നമ്മൾ ആ പോടുകൾ ആ ഏർലി സ്റ്റേജിൽ തന്നെ നമ്മൾ ഡയഗ്നോസ് ചെയ്ത് അതിനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ ചെറിയൊരു പ്രോബ്ലമാണ്. പക്ഷെ വാട്ട് ഹാപ്പൻസ് ഇസ് നമ്മളത് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇപ്പം ഈ പല്ലിന് 3 ലെയേഴ്സ് ഉണ്ടല്ലോ, ഡെൻറ്റിനുണ്ട്, ഇനാമലുണ്ട്, ഡെൻറ്റിനുണ്ട്, പൾപ്പ്. അപ്പോൾ ഈ ഇനാമലിൽ ചെറുതായിട്ട് തുടങ്ങുന്ന ഡെന്റൽ കേരീസ് ആ പൾപ്പിൽ ഡെൻറ്റിനിലേക്ക് സ്പ്രെഡ് ചെയ്ത് പിന്നെ പൾപ്പിലേക്ക് പോയി ഈ പൾപ്പിനകത്താണ് നമ്മുടെ ബ്ലഡ് വെസൽസും നെർവ്സും എല്ലാം ഉള്ള അവിടെ ഇൻഫെക്ഷനായി അത് കഴിയുമ്പോഴാണ് ഒരു സിവിയർ പെയിൻ വരുന്നത്. മിക്കവാറും അത് സാധാരണഗതിയിൽ നമ്മൾ ഈ സിവിയർ പെയിനായിട്ട് പേഷ്യൻ്റ് എനിക്ക് ഇന്നലെ ഉറങ്ങാൻ പറ്റിയില്ല, ഭയങ്കര പെയിനാണെന്ന് ഈ സമയത്താണ് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഡെന്റിസ്റ്റിനെ കാണാൻ പോകുന്നത്. ഇതിനെ ഒരു അക്യൂട്ട് പൾപ്പൈറ്റിസ് എന്ന് പറയും. ആദ്യം വരുന്ന ഈ പൾപ്പിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ അല്ലെ ഇൻഫ്ലമേഷൻ, അത് സിവിയർ ഒരു പെയിനോട് കൂടിയാണ് പലർക്കും അത് വരുന്നത്. അത് വന്ന് കഴിഞ്ഞാൽ ഈ പേഷ്യൻ്റ് നമ്മൾ യൂഷ്വലി ഡെന്റിസ്റ്റിനെ കാണാൻ പോകും. പക്ഷെ വാട്ട് ഹാപ്പൻസ് ഇസ് ഈ സമയം വരുമ്പോഴേക്കും ഇറ്റ് വിൽ ബി ടു ലേറ്റ്. അപ്പം നമ്മൾ ആ സമയം വരുമ്പോൾ പിന്നെ എല്ലാവരും ചോദിക്കും, ഡോക്ടർ എങ്ങനെയെങ്കിലും ഇതൊന്ന് അടച്ചു വെക്കാൻ പറ്റുമോ? അതാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ നമ്മളതവരോട് പറയും, ഇത് പറ്റില്ല, ഇത് നമ്മൾ പൾപ്പിൽ ഓൾറെഡി പോയി, സ്റ്റേജ് കഴിഞ്ഞു പോയി. പക്ഷെ അത് അവർക്ക് വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ പൾപ്പ് തെറാപ്പി അല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്യണം എന്ന് അവരോട് പറഞ്ഞാൽ അവർ പറയും, ഓ അത് വേണ്ട, തൽക്കാലം എങ്ങനെയെങ്കിലും ഒന്ന് അടച്ചു വെച്ചാൽ മതി, അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ആ ഒരു സ്റ്റേജ് കഴിയുമ്പോഴാണ് അവർ വരുന്നത്. ആ സമയത്ത് നേരത്തെ വന്നാൽ നമുക്കത് സിമ്പിളായിട്ട് അടയ്ക്കാവുന്ന കാര്യമാണ്. അത് പറ്റാത്തൊരു സിറ്റുവേഷനിൽ വരും. പിന്നെ വാട്ട് ഹാപ്പൻസ് ഈ സമയത്തും കൂടുതലായിട്ട് അവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ക്രോണിക് പൾപ്പൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേജിലേക്ക് പോകും. അവിടെ നിന്നും പിന്നെ അത് പല്ലിൻ്റെ റൂട്ടിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ബോണിലേക്ക് വന്നിട്ട് അവിടെ ഡെന്റൽ ആപ്സസ് എന്ന് പറഞ്ഞാൽ സ്വെല്ലിങ്ങും പെയിനും ഒക്കെ ആയിട്ട് ഒരു ദിവസം പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യും. അപ്പോഴും ഇതുപോലെ തന്നെ പിന്നെ ആ സമയത്ത് വരുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ പലരും പറയും, ഇതങ്ങ് പറിച്ച് കളഞ്ഞാൽ മതി, എങ്ങനെയെങ്കിലും ഇനി ഇതിന് ട്രീറ്റ്മെൻറ്റ് ഒന്നും വേണ്ട, ഇത് പറിച്ച് കളയാം. പക്ഷെ അവർക്ക് തന്നെ മതിയായി. കാരണം അവർ പിന്നെ ആ ഒരു വേദനയുടെ സമയത്ത് they don't think about anything else. എങ്ങനെയെങ്കിലും ഇതൊന്നും ഒഴിവാക്കിയാൽ മതി. പക്ഷെ വാട്ട് ഹാപ്പൻസ് ഇസ് ഈ സമയത്ത് ആക്ച്വലി അത് പറിച്ചു കളയേണ്ട ആവശ്യമില്ല. അത് നമ്മൾക്ക് പൾപ്പ് തെറാപ്പി, റൂട്ട് കനാൽ തെറാപ്പി ചെയ്ത് നമുക്കത് ശരിയാക്കി അത് അടച്ച് അത് പ്രോപ്പർ. പക്ഷെ അത് ഇറ്റ്സ് എ ലോങ് പ്രൊസീജിയർ. നമുക്ക് ഒരു പല സിറ്റിങ്സ് വേണ്ടി വരും, അത് മൾട്ടിപ്പിൾ സിറ്റിങ്സ് വേണ്ടി വരും. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മുകളിലൊരു ക്രൗൺ നമ്മൾ ഇടും. കാരണം ഈ ടൂത്ത് വീക്കാണ് റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മളൊരു ക്രൗൺ പ്ലേസ് ചെയ്യും. അങ്ങനെ പ്ലേസ് ചെയ്ത് പിന്നെ ആ പല്ല് സേഫാണ് ഓൾമോസ്റ്റ്. പിന്നെ നമ്മളത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ യു ക്യാൻ ഹാവ് ഇറ്റ് ഫോർ എ ലോങ് ടൈം. അപ്പോൾ അങ്ങനെ ആ സമയത്താണെങ്കിൽ അത് ചെയ്യാം. പിന്നെയും ചിലരുണ്ട് ഇപ്പോഴും ഒന്നും ചെയ്യത്തില്ല, അത് ടേക്ക് സം മെഡിക്കേഷൻ ഫോർ ദ ആപ്സസ് ആൻഡ് പെയിൻ കില്ലറൊക്കെ കഴിച്ച് അതങ്ങനെ വെച്ചിട്ട് പിന്നെ ഒരു സ്റ്റേജ് അത് പൊട്ടിപ്പോവും. അത് പൊട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അതൊരു ചെറിയ റൂട്ട് പീസായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്രോക്കൺ ടൂത്തായിട്ടോ അത് അവിടെ നിൽക്കും. ആ സമയത്ത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ആ പല്ലെടുത്ത് കളയുക തന്നെ വേണം. പിന്നെ ഈ റൂട്ടായിട്ട് വരുമ്പോഴും അപ്പോൾ അവർക്ക് പലരും ചോദിക്കും, ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, എടുക്കാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആ സമയത്ത് നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് ആ ഒരു സ്റ്റേജിലേക്ക് പോകും. അപ്പം അത് എൻ്റെ ഒരു റിക്വസ്റ്റ് ഈ വ്യൂവേഴ്സിനോടും ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെയുള്ള ഒരുപാട് പേഷ്യൻസ് എന്നോട് പറയാറുണ്ട് ഡെന്റൽ ട്രീറ്റ്മെൻറ്റ് ഭയങ്കര എക്സ്പെൻസീവാണ്, റൂട്ട് കനാൽ ഭയങ്കര എക്സ്പെൻസീവാണ്, ഇംപ്ലാന്റ്സ് അതിലും എക്സ്പെൻസീവാണ്. ശരിയാണ്, ഇതൊക്കെ എക്സ്പെൻസീവാണ്, കുറച്ച് എക്സ്പെൻസീവാണ്. പക്ഷേ ഈ പല്ല് ചെറിയ കേടായിരിക്കും നമ്മൾ അടയ്ക്കുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് എക്സ്പെൻസീവ്, വളരെ അവോയ്ഡ് ചെയ്യാം. പക്ഷേ ഈ ഓരോ സ്റ്റെപ്പിലും ഇറ്റ് ഇസ് ബിക്കം മോർ കോംപ്ലിക്കേറ്റഡ് ആൻഡ് മോർ എക്സ്പെൻസീവ്.
അതാണ് നമ്മൾ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ശരിയല്ലേ ഡോക്ടർ? ബിക്കോസ് കോംപ്ലക്സിറ്റി കൂടുന്തോറും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റും കൂടും, എക്സ്പെൻസും കൂടും. എക്സാക്ട്ലി. സോ അത് മുളയിലെ നുള്ളുക എന്ന് പറഞ്ഞ പോലെ ആദ്യം വരുമ്പോൾ തന്നെ ചെറിയ പോട് കാണുമ്പോൾ തന്നെ അത് അടപ്പിക്കുക. അടച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീരും. ഡെന്റൽ കേരീസ് ആണ് ഏറ്റവും കൂടുതൽ കാണുന്നത് അല്ലേ ഡോക്ടർ? ഇപ്പോൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ജനറൽ ഹെൽത്ത് വി കൻ ഡിറ്റർമിൻ വിത്ത് അവർ ഓറൽ ഹൈജീൻ. ഒരുപാട് ജനറൽ പ്രോബ്ലംസ് ലൈക്ക് നമ്മുടെ സിസ്റ്റമിക് പ്രോബ്ലംസ്, ഒരുപാട് മാനിഫെസ്റ്റേഷൻസ് വായിലുണ്ടാവും. നമുക്ക് ആസ് എ കോമൺ പേഴ്സൺ നമുക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കോമൺ പേഴ്സൺ ഓക്കെ, നമുക്ക് അതിന്റെ സിംറ്റംസ് മനസ്സിലാവും കോമൺ പേഴ്സണ്. പക്ഷെ അത് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ ഒരു പ്രോപ്പർ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡെന്റൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ ജനറൽ പ്രാക്ടീഷണർ കാണാനേ മനസ്സിലാവുള്ളൂ. മെയിനായിട്ട് നമ്മളെ ബ്ലീഡിങ് ഗംസ്, അത് ഒരുപാട് പല സിസ്റ്റമിക് ഡിസീസസ് ലൈക്ക് ഇപ്പോൾ ഈ ഡെങ്കു ഫീവർ പോലെയുള്ള അതിൽ, പിന്നെ ഡയബറ്റിസ്, അൺകൺട്രോൾ ഡയബറ്റിസിൽ ദർ വിൽ ബി ഇൻഫ്ലമേഷൻ ഓഫ് ദ ഗംസും ബ്ലീഡിങ്ങും. പിന്നെ പലതരം ക്യാൻസേഴ്സിൽ ലുക്കീമിയ അല്ലെങ്കിൽ നോൺ ഹോഡ്ജിൻ ലിംഫോമ എന്നൊക്കെ പറയുന്ന ക്യാൻസേഴ്സിലൊക്കെ ഈ ഗംസ് ബ്ലീഡ് ചെയ്യും. പിന്നെ അതിൻ്റെ അൾസറേഷൻസ് ഉണ്ടാവും വായിൽ. പിന്നെ ട്യൂബർകുലോസിസ് കൊണ്ട് പലതരം അൾസറേഷൻസും ഉണ്ടാവും ആക്ച്വലി. ആ ട്യൂബർകുലോസിസ് കൊണ്ടുള്ള അൾസറേഷൻസ്, ഈവൻ ഡയബറ്റിക്കൽ നോൺ ഹീലിംഗ് അൾസർ ആണെങ്കിൽ നമ്മൾ പലപ്പോഴും ഡയബറ്റിസ് സസ്പെക്ട് ചെയ്യും. സോ നമ്മളെ പോലെയുള്ള ജനറൽ പ്രാക്ടീഷണേഴ്സ് പലപ്പോഴും ഈ സിസ്റ്റമിക് ഡിസീസസ് നമ്മളെ മൗത്തിൻ്റെ എക്സാമിനേഷൻ കൊണ്ട് മാത്രം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് ഈ റെഗുലർ ഡെന്റൽ ചെക്കപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് നമുക്ക് പെയിൻ വരുമ്പോൾ മാത്രമല്ല, വേറെ പല കാര്യങ്ങളും നമുക്ക് ഈ നമ്മളെ റെഗുലർ ഡെന്റൽ ചെക്കപ്പ് കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഡോക്ടർ ഇപ്പോൾ ബ്ലീഡിങ് ഗംസിന്റെ കാര്യം പറഞ്ഞില്ലേ ഡോക്ടർ? അതിപ്പോ ചിലപ്പോ ഒരാൾക്ക് ഒരു ബ്രഷിന്റെ അഗ്രസീവ് ബ്രഷിംഗ് കാരണമൊക്കെ ബ്ലീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിപ്പോ എങ്ങനെയാ ഡോക്ടർ നമ്മൾ ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത് കാരണമാണ് അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ബ്ലീഡ് ആവും? ബ്ലീഡിംഗ് ഗംസ് പല കാരണങ്ങളുണ്ട്. ലോക്കൽ കാരണം, മെയിനായിട്ട് നമ്മളുടെ ആൾക്കാർ ബ്ലീഡിംഗ് ഗംസ് എന്ന് പറയുമ്പം അത് ലോക്കൽ കാരണങ്ങളാണ്. മീൻ ലാക്ക് ഓഫ് ബ്രഷിംഗ്, ഈ പറഞ്ഞ പോലെ നമ്മുടെ പല്ലിന്റെ മേളിൽ ഒരു പ്ലാക്ക്, ഡെന്റൽ പ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു തിൻ ഫിലിം ആദ്യം ഫോം ചെയ്യും. അത് നമ്മൾ ശരിക്കും ബ്രഷ് ചെയ്താൽ ആ ഫിലിം അങ്ങ് പോകും. പിന്നെ അത് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. റെഗുലർ ബ്രഷിംഗ് കൊണ്ട് മാത്രം അത് മാറും. പിന്നെ അതല്ല, അത് അവിടെ ഇരുന്നിട്ട് ഈ ഡെന്റൽ പ്ലാക്കിന്റെ മേളിൽ ബാക്ടീരിയ വളർന്നിട്ട് അതിൻ്റെ അകത്ത് ഈ കാൽഷ്യം ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ടാർട്ടർ എന്ന് പറയുന്നത് മഞ്ഞ കളറുള്ള ഒരു ഡെപ്പോസിറ്റ് നമ്മൾ കാണാറുണ്ട്. അത് നെക്സ്റ്റ് സ്റ്റേജ് ആണ്, പ്ലാക്കിന്റെ നെക്സ്റ്റ് സ്റ്റേജ്. അപ്പോൾ ഇതും സെയിം ഡെന്റൽ കേരീസ് പോലെ തന്നെയാണ്. ഇത് ഈ പല സ്റ്റേജിലാണ് പോകുന്നത്. അപ്പോൾ ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഈ ടാർട്ടർ ഫോം ചെയ്യുമ്പോൾ നമ്മളൊരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി ഒരു റെഗുലർ ക്ലീനിങ്ങും പോളിഷിങ്ങും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് മാറും. അതല്ലെങ്കിൽ അത് ആ ടാർട്ടർ അവിടെ ഇരുന്ന് പിന്നെ ഇൻഫെക്ഷൻ ആയിട്ട് ജിഞ്ചിവൈറ്റിസ് എന്നൊരു സ്റ്റേജിലേക്ക് പോകും. ജിഞ്ചിവൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർഫിഷ്യൽ ഇൻഫ്ലമേഷൻ ഓഫ് ദ ഗംസ് ആണ്. അത് ജസ്റ്റ് മൈൽഡ് റെഡ്നെസ്സും ബ്ലീഡിങ്ങും ചെറിയ ബ്ലീഡിങ്ങും ഒക്കെ കാണാം. അവിടെ ആ സമയത്തും ഇത് നമ്മൾക്ക് ചെറിയൊരു ക്ലീനിങ് പോളിഷിങ് കൊണ്ട് മാത്രം നമുക്കത് ട്രീറ്റ് ചെയ്യാം. പക്ഷെ അത് അപ്പോഴും ഇഗ്നോർ ചെയ്ത് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത് പിന്നെ ഇറ്റ് വിൽ ഗോ ഡീപ്പ്. അത് ക്രോണിക് ജിഞ്ചിവൈറ്റിസ് ആവും. അതിൻ്റെ അടുത്ത സ്റ്റേജ് ആകുമ്പോഴും അത് പെരിഡോണ്ടൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് വരും. അതായത് ഈ പല്ലിനെ നമ്മുടെ ബോണിലേക്ക് ഉറപ്പിച്ച് നിർത്തുന്ന പെരിഡോണ്ടൽ ലിഗമെന്റ് ഒക്കെ ഉണ്ട്, അതിനെ അഫക്റ്റ് ചെയ്തിട്ട് ബോണിലേക്ക് എത്തിയിട്ട് ബോൺ ലോസ് ഉണ്ടാകും. ഈ നമ്മളെ പല്ലിനെ സപ്പോർട്ട് ചെയ്യുന്ന ബോണ്ട് അത് റിസോർബ് ചെയ്ത് പോകും ഈ ഇൻഫെക്ഷൻ കാരണം. ആദ്യം പോക്കറ്റ്സ് ഉണ്ടാവും. ഈ പോക്കറ്റ്സിൻ്റെ അകത്ത് ഡീപ് പോക്കറ്റ്സ് ഉണ്ടായിട്ട് അതിൽ ഫുഡ് കളക്ട് ചെയ്തിട്ട് അതിന് താഴോട്ട് പോയിട്ടാണ് ഈ ബോൺ റിസോർബ് ചെയ്യുന്നത്. അപ്പൊ ബോൺ പോയി കഴിയുമ്പോഴാണ് പല്ല് പതുക്കെ ഇളകാൻ തുടങ്ങുന്നത്. ഇപ്പോഴാണ് നമ്മുടെ പല ആൾക്കാരും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നത്. ആ സമയം വരുമ്പോഴേക്കും ഇറ്റ് വിൽ ബി അഗെയിൻ ലേറ്റ്. അപ്പോൾ പിന്നെ നമ്മൾക്ക് ക്ലീനിങ്ങും പോളിഷിങ്ങും കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾക്ക് ഡീപ്പായിട്ടുള്ള ക്ലീനിങ് അല്ലെങ്കിൽ ഫ്ലാപ്പ് സർജറി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ ഗംസ് ഓപ്പൺ ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് പിന്നെ ഈ പല്ല് പോയ ബോണിന് പകരം നമ്മൾക്ക് ബോൺ വെക്കണം. അപ്പം നമ്മൾക്ക് ബോൺ ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. പലതരത്തിലുള്ള ബോൺ ഗ്രാഫ്റ്റുകളുണ്ട്. അതൊക്കെ ചെയ്ത് നമുക്ക് അത് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും അതിനും കുറച്ചൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരുപാട് ഇളകി പോയ പല്ലുകൾക്ക് ഒക്കെ നമുക്ക് തിരിച്ച്
പഴയ രീതിയിലാക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. പക്ഷെ എന്നാലും നമുക്ക് അത് പ്രിവെൻറ്റ് ചെയ്യാം. കുറേ അഗ്രസീവായിട്ടുള്ള ഒരു പെരിയോഡോണ്ടൈറ്റിസിന് വരുന്നതിലും നമുക്ക് അതിനെ അവിടെ ഈ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് അതിനെ ഒരു പരിധി വരെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. മെയിൻ്റനൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ നമ്മൾ ഈ ഗം ട്രീറ്റ്മെൻറ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ലേ ഒരു കാര്യമില്ല, അത് പിന്നെയും പഴയതുപോലെ ആവും. അപ്പം പ്രോപ്പർ മെയിൻ്റനൻസ്, അതിന് നമ്മൾ ഈ 6 monthly ചെക്കപ്പ് പറയുന്നുണ്ട്. പ്രോപ്പർ മെയിൻ്റനൻസും പ്രോപ്പർ ക്ലീനിങ് പോളിഷിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറേ കാലം ഒരു പ്രശ്നമില്ലാതെ അങ്ങനെ തന്നെ പോകും. ഇവിടം വരെ ഒന്ന് എത്തിക്കണ്ടെന്നുണ്ടെങ്കിൽ റെഗുലർ ആയിട്ട് ക്ലീനിങ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ ബ്രഷിങ്, പ്രോപ്പർ ബ്രഷിങ് 2 നേരവും ചെയ്യുക, രാവിലെയും വൈകിട്ടും ചെയ്യുക. പിന്നെ ഓരോ മീൽസ് കഴിച്ച് കഴിയുമ്പോഴും ഇഫ് ഇറ്റ് ഇസ് പോസിബിൾ ബ്രഷ്. പിന്നെ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുക, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചെറിയ പ്രായത്തിലെ ഈ കുട്ടികളെ ബ്രഷിങ് ഹാബിറ്റ് പഠിപ്പിക്കുക, പ്രോപ്പറായിട്ടുള്ള ബ്രഷിങ് ഹാബിറ്റ്. അത് നമ്മൾ കറക്റ്റായിട്ട് അവരെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ അവർ പിന്നെ അത് ചെയ്തോളും. പിന്നെ നമ്മൾ അവരെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല. ഐ നോ മെനി പീപ്പിൾ, അവർക്ക് അതായത് ഈ ബ്രഷ് ചെയ്യാതെ ഉറക്കം വരത്തില്ല എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ബിക്കോസ് ഓഫ് ദ ഹാബിറ്റ്, ഇറ്റ് ഈസ് എ വെരി ഗുഡ് ഹാബിറ്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ പല ഹാബിറ്റ്സും നമ്മളാണ് ഉണ്ടാക്കുന്ന ഹാബിറ്റ്, എസ്പെഷ്യലി കുട്ടികളിൽ. അങ്ങനെ ഒരു ഹാബിറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് കുട്ടികൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം, ഡെന്റൽ പ്രോബ്ലംസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഡോക്ടർ, ടീത്ത് ലോസിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പൊ ജിഞ്ചിവൈറ്റിസ് വന്ന് പിന്നെ പല്ലിളകി പോകാൻ സാധ്യതയുണ്ട്. അത് കൂടാതെ ഏർലി ടീത്ത് ലോസ് വരാനുള്ള ചാൻസസ് വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ പെർഫെക്റ്റ്ലി വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല? വേറെ ഇഷ്യൂസ് ഇല്ലാതെ ടീത്ത് ലോസിന്റെ മെയിൻ കാര്യം ഒന്ന് കേരീസ് വന്നിട്ട് ഒടിഞ്ഞു പോകുന്നു. സെക്കൻഡ് തിങ് നമ്മൾ ഗം പ്രോബ്ലം കൊണ്ട് ഇളകി പോകുന്നു. പിന്നെ മൂന്നാമത് ഒരെണ്ണമുള്ളത് നമ്മൾ ട്രോമ, ഇഞ്ചുറി, പലതരം വീഴ്ചകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബോൾ വന്ന് കൊള്ളുക, അങ്ങനത്തെ ഉള്ള ഇഞ്ചുറീസ്, ആക്സിഡൻസ്, ഒരുപാട് പല്ലുകൾ ഇളകി പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ എസ്തെറ്റിക് ഇതിലേക്ക് മാറൂല്ലേ? ആക്സിഡന്റ് ആയിട്ട് അല്ലെങ്കിൽ വീണിട്ട് പല്ല്. അതെ അതെ, അതൊക്കെ നമ്മൾ എസ്തെറ്റിക്കലി നമ്മൾ അത് റീസ്റ്റോർ ചെയ്യും, പലപ്പോഴും ചെയ്യാൻ പറ്റും. കാരണം പല്ല് പോകുന്നത് ഒരു വലിയൊരു നമ്മുടെ ലുക്സിനെ ബാധിക്കുന്ന ഒരു കാര്യം മാത്രമല്ല, നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് എല്ലാം ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ഒന്നും വേണ്ട, പല്ലിൻ്റെ ഒരു ചെറിയ തുമ്പ് ഒടിഞ്ഞാൽ തന്നെ അത് നമ്മൾ പിള്ളേർ, എസ്പെഷ്യലി ടീനേജേഴ്സിൻ്റെയും അല്ലെങ്കിൽ ആ ഒരു ഏജിലുള്ള കുട്ടികളുടെയും കോൺഫിഡൻസിനെ ഒരുപാട് അഫക്റ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണാറുണ്ട്. അത് നമ്മൾ റീസ്റ്റോർ ചെയ്ത് കഴിയുമ്പം ഹൗ ഹാപ്പി ആൻഡ് ഹൗ കോൺഫിഡൻറ്റ് ദേ ഫീൽ, അത് റിയലി കണ്ട് തന്നെ അറിയേണ്ടതാണ്. ഇറ്റ്സ് എ വെരി റിവാർഡിങ് ജോബ് ആക്ച്വലി. കോസ്മെറ്റിക്കലി അത് നമ്മൾ റീപ്ലേസ് ചെയ്ത് നമ്മൾ അവരെ അവർക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരു ഇതിലേക്ക് എത്തിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. സെൽഫ് കോൺഫിഡൻസ്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവർ ഇതിനെപ്പറ്റി ഇത്രയും വറീഡ് ആയിരുന്നു. തീർച്ചയായിട്ടും. ഡോക്ടർ, റൂട്ട് കനാൽ പ്രൊസീജിയർ ആയിട്ട് ചെയ്യുമ്പോൾ പൊതുവെ ആൾക്കാർ, നമ്മൾ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ, അത് പോസ്റ്റ്പോൺ ചെയ്ത് വെക്കുന്ന ഒരു സംഭവമാണ്. പലർക്കും ഉള്ള ഒരു മിസ്കൺസെപ്ഷൻ, റൂട്ട് കനാലിങ് ചെയ്യുന്നത് നല്ലതല്ല, പല്ലിന് മോശമാണ്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് അൺഹെൽതി ഫോർ ദ ടീത്ത് എന്നുള്ളൊരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. റൂട്ട് കനാൽ എന്നുള്ളത് നമ്മൾ ഒരിക്കലും റൂട്ട് കനാൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നില്ല. വേറെ ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് നമ്മൾ റൂട്ട് കനാൽ ചെയ്യുന്നത്. റൂട്ട് കനാൽ ചെയ്യണം അതുപോലെയുള്ള ഇൻഫെക്ഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ട്രോമ കൊണ്ട് ഒടിഞ്ഞു പോവുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉള്ളപ്പോഴേ നമ്മൾ റൂട്ട് കനാൽ ചെയ്യാറുള്ളൂ. അല്ലാതെ ചില കേസിൽ നമ്മൾ ഇൻറ്റൻഷണൽ റൂട്ട് കനാൽ എന്ന് പറഞ്ഞ് ചെയ്യാറുണ്ട്. അതെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ പല്ലൊക്കെ ഒരുപാട് ഫ്രണ്ടിലെ പല്ല് ഒരുപാട് പൊന്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾക്കത് ക്രൗൺ ചെയ്ത് ശരിയാക്കണം, അപ്പം അത് സ്ട്രേറ്റ് ആക്കണം. അപ്പോൾ സ്ട്രേറ്റ് ആക്കണമെങ്കിൽ നമ്മൾ ആ ക്രൗൺ ചെയ്യാനത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ റൂട്ട് കനാൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പൾപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ പെയിൻ ഉണ്ടായി, ഇൻഫെക്ഷൻ ഉണ്ടാകും. അപ്പോൾ അതിന് പകരം നമ്മളെന്ന് വെച്ചാൽ ഇൻറ്റൻഷനലി നമ്മൾ റൂട്ട് കനാൽ ചെയ്യും. അത് റെയർ കേസസിലേ ഉള്ളൂ അങ്ങനെ ചെയ്യാറുള്ളൂ. അപ്പോൾ റൂട്ട് കനാൽ ചെയ്ത് കഴിയുമ്പോൾ ആ പല്ല് ഡെഡായി, പിന്നെ നമുക്കത് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് നമുക്കതിനെ പ്രോപ്പറായിട്ട് സ്ട്രെയിറ്റ് ആക്കി ഒരു ലൈനിൽ കൊണ്ടുവരാം. അങ്ങനെയുള്ള കേസുകളിൽ ചിലപ്പോൾ നമ്മൾ ഇൻറ്റൻഷണൽ റൂട്ട് കനാൽ ചെയ്യാറുണ്ട്. അല്ലാതെ നമ്മൾ പത്തോളജിക്കലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമേ റൂട്ട് കനാൽ ചെയ്യാറുള്ളൂ. പിന്നെ റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞാൽ ആ പല്ലിന് ശരിയാണ്, പല്ല് പിന്നെ അതിന് ഡെഡാണ്, ആ പല്ലിന് ജീവനില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുക, അതിൻ്റെ മുകളിലൊരു ക്രൗൺ ഉണ്ടാക്കിയിടുക. അപ്പം നമ്മൾ ആ സ്ഥലം, പല്ലിരിക്കുന്ന സ്ഥലം നമ്മൾ കീപ്പ് ചെയ്യുന്നു, ആ പല്ലിനെ നമ്മൾ കീപ്പ് ചെയ്യുന്നു. പക്ഷേ ആ പല്ലിന് സെൻസേഷൻ ഒന്നുമില്ല, അതിന് നമ്മൾക്ക് ചൂടും തണുപ്പും ഒന്നും അറിയില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നും. പക്ഷേ ഈ ക്രൗൺ ഇട്ട് കഴിഞ്ഞ് നമ്മൾ അതിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഗംസ് വളരെ ക്ലീൻ ആക്കി വെക്കണം. ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പും ഗം ക്ലീനിങ്ങും ബ്രഷിങ്ങും ഫ്ലോസിങ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പ്രശ്നമില്ല. അത് വളരെ കാലം ഒരു പ്രശ്നം കൂടാതെ ആ പല്ലും ആ ക്രൗണും ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം അല്ലേ?
ഫ്ലോസിംഗ് ഡോക്ടർ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചോദിക്കണം എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന ഒരു ആർക്കും അത്ര ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എസ്പെഷ്യലി ഈ പല്ലിൻ്റെ ഇടയിലുള്ള ക്യാവിറ്റീസ് ഞാൻ എപ്പോഴും കാണാറുണ്ട്. ഒരുപാട് ആൾക്കാർ പല്ലിൻ്റെ ടോപ്പിലും അതിൻ്റെ ഒക്ലൂസൽ സൈഡിലുള്ള ക്യാവിറ്റീസൊക്കെ അവരെങ്ങനെയും കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ഫുഡ് കയറുമ്പോൾ കണ്ടുപിടിക്കും. പക്ഷേ ഈ പല്ലിൻ്റെ ഇടയ്ക്ക് ഇൻ്റർഡെൻ്റലായിട്ട് വരുന്ന ക്യാവിറ്റീസ് ആരും കണ്ടുപിടിക്കില്ല. അത് പൾപ്പിൽ എത്തിക്കഴിയുമ്പോഴേ അവർ അറിയുള്ളൂ. അത് വേദന കാരണമാണ്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ഇൻ്റർഡെൻ്റലി നമ്മൾ ഈ ഫ്ലോസ് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്താൽ ഈ ക്യാവിറ്റീസ്, ഈ ഇൻ്റർഡെൻ്റലായിട്ട് വരുന്ന ക്യാവിറ്റീസ് വരാതിരിക്കും. അല്ലാതെ നമ്മൾ നോർമലായിട്ട് ബ്രഷ് ചെയ്താൽ ആ ഏരിയ ശരിക്കും ക്ലീൻ ആവത്തില്ല. അപ്പം പിന്നെ അതല്ലെങ്കിൽ ഇൻ്റർഡെൻ്റൽ ബ്രഷസ് ഉണ്ട്, അതുകൊണ്ടും നമുക്ക് ക്ലീൻ ചെയ്യാം. അത് പക്ഷേ ഫ്ലോസിങ്ങിന്റെ എല്ലാവർക്കും ഇന്റർഡെന്റൽ ബ്രഷ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ചില കേസസിൽ ഇന്റർഡെന്റൽ ചില ഗ്യാപ്സ് ഒക്കെ കൂടുതലാണെങ്കിൽ അതിന് പറ്റിയ ഇന്റർഡെന്റൽ ബ്രഷസ് ഉണ്ട്. അത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യും നിങ്ങൾക്ക് ഏത് ഇന്റർഡെന്റൽ ബ്രഷാണ് വേണ്ടതെന്നുള്ളത്. പിന്നെ ബ്രിഡ്ജിന്റെയും ക്രൗണിന്റെ അടിയിലൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് സ്പെഷ്യൽ ബ്രഷസ് ഉണ്ട്. ഈ ബ്രിഡ്ജും ക്രൗണും നമ്മൾ വെച്ച് കഴിയുമ്പോൾ അതിന്റെ അടിയിലൊക്കെ നമുക്ക് ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ഈ ഇന്റർഡെന്റൽ ബ്രഷസും അങ്ങനത്തെ സ്പെഷ്യൽ ബ്രഷസും യൂസ്. ക്രൗണിങ്, റൂട്ട് കനാലിന്റെ കാര്യം പറഞ്ഞ ഡോക്ടർ, ജസ്റ്റ് കമ്മിങ് ബാക്ക് ടു ദാറ്റ്. റൂട്ട് കനാൽ ഇപ്പോൾ നമ്മൾ റൂട്ട് കനാലിങ് ചെയ്തു, ആ പല്ല് ഡെഡാന്ന് ഡോക്ടർ പറഞ്ഞല്ലോ, പിന്നെ അത് മറ്റു പല്ലുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ ചാൻസസ് ഉണ്ടോ? ഇസ് ഇറ്റ് സംതിങ് ദാറ്റ് ക്യാൻ? റൂട്ട് കനാൽ ചെയ്ത പല്ലിൽ നിന്നും അടുത്ത പല്ലിലേക്ക് ഒരിക്കലും സ്പ്രെഡ് ആവത്തില്ല. ക്രൗൺ ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ അതിൽ നിന്ന് സ്പ്രെഡ് ആവത്തില്ല. പക്ഷെ നമ്മളിപ്പോൾ ഒരു പല്ല് റൂട്ട് കനാൽ ചെയ്യാതെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഇൻഫെക്ഷൻ ആയാൽ ആ ഇൻഫെക്ഷൻ കൊണ്ട് അടുത്ത പല്ലിൻ്റെ റൂട്ടിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യും. അതുപോലെ പെരിയോഡോണ്ടൽ പ്രോബ്ലംസും ഗം പ്രോബ്ലംസും ഒരു പല്ലിൻ്റെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത പല്ലിലേക്കൊക്കെ അത് സ്പ്രെഡ് ആകാൻ ചാൻസ് ഉണ്ട്. ട്രീറ്റ് ചെയ്യാതിരുന്നാൽ ഈ പോക്കറ്റില്ലാത്ത ഫുഡ് പോയിട്ട് ആ ഫുഡ് കളക്ട് ചെയ്ത് അതിൻ്റെ അടുത്ത പല്ലിനും ബോൺ ലോസും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാൻ ചാൻസ്. ബേസിക്കലി എല്ലാം സിമ്പിൾ കാര്യങ്ങളാണ്. എല്ലാം വളരെ സിമ്പിൾ കാര്യങ്ങളാണ്. പക്ഷെ അത് കറക്റ്റ് സമയത്ത് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെ, അതൊരു പ്രാക്ടീസ് ആക്കണം. എല്ലാവരും പേടിച്ചിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ആസ് ഫാർ ആസ് ഹെൽത്ത്. ഡെന്റിസ്റ്റ് അടുത്ത് പോവാന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ എപ്പോഴും എൻ്റെ പേഷ്യൻസിനോട് പറയാറുണ്ട്, നിങ്ങൾ ജസ്റ്റ് വല്ലപ്പോഴും ഒന്ന് വന്ന് കാണ്, ഒരു പ്രശ്നങ്ങൾ ഇല്ലെങ്കിലും. അപ്പം നമ്മൾക്ക് ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം തന്നെ കണ്ടുപിടിച്ച് അത് നമുക്ക് ട്രീറ്റ് ചെയ്യാം. കാരണം നിങ്ങളുടെ പൈസയും സേവ് ചെയ്യാം, ടൈമും സേവ് ചെയ്യാം, ഒരുപാട് വേദന സഹിക്കേണ്ട, ഒന്നും വേണ്ട. പക്ഷെ അത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഉള്ള കോംപ്ലിക്കേഷൻ നമ്മളും നിസ്സഹായരാണ്. കാരണം വൺസ് നിങ്ങൾ വന്നു കഴിഞ്ഞ് ഒരു പൾപ്പിൽ പോയ പല്ല് അടയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. റൂട്ട് കനാൽ ചെയ്യണമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും വിഷമമാണ്, പക്ഷെ അത് പറയാതിരിക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. ഇപ്പോൾ എസ്തെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡോക്ടർ, ഒരാളുടെ സെൽഫ് കോൺഫിഡൻസിനെ എത്രത്തോളം അത് ഇംപ്രൂവ് ചെയ്യുന്നു എസ്തെറ്റിക് ഇത്. അതുപോലെ തന്നെ പലർക്കും ഒരു സെൽഫ് കോൺഫിഡൻസ് കുറഞ്ഞു പോകുന്ന ഒരു ഓറൽ ഇഷ്യൂ ഇസ് ബാഡ് ബ്രെത്ത്. അപ്പോൾ ഈ ബാഡ് ബ്രെത്ത് ഇഷ്യൂ അത് ഓറൽ പ്രശ്നമാണോ ഡോക്ടർ, അതോ നമ്മുടെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് വയറിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റമിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒരുപാട് ആക്ച്വലി ഒരുപാട് പേഷ്യൻസ് വന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇത് സമൂഹത്തിന്റെ എല്ലാ ലെവലിലും ഉള്ള ആൾക്കാർക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സ്മോക്കേഴ്സ് മാത്രമല്ല പല ആൾക്കാരും അവർക്ക് അതിനെപ്പറ്റി പറയാൻ തന്നെ വിഷമമാണ്. And they don't want to take treatment because they are hesitant to say that I have bad breath. അങ്ങനെ. പക്ഷെ ബാഡ് ബ്രെത്ത് എന്ന് പറയുന്നത് നമ്മൾ ഹാലിറ്റോസിസ് എന്ന് പറയും, നമ്മുടെ സയന്റിഫിക് ടേമിൽ ഹാലിറ്റോസിസ്. അപ്പോൾ അതിന് ലോക്കൽ കാരണങ്ങളുമുണ്ട്, അല്ലാത്ത സിസ്റ്റമിക് കാരണങ്ങൾ, വേറെ കാരണങ്ങളുണ്ട്. വായിൽ മെയിനായിട്ട് ഹാലിറ്റോസിസ് ഈ പറഞ്ഞ പോലെ ഒന്നിലെ മൾട്ടിപ്പിൾ കേരീസ് ടീത്ത് ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ഗം ഡിസീസ് കൊണ്ട് ഈ മോണയ്ക്ക് ഇൻഫ്ലമേഷനും അതുപോലെ പസ് ഡിസ്ചാർജ് അങ്ങനത്തെ ആ രീതിയിലൊക്കെ ഉള്ള ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, കാൽക്കുലസ് നമ്മളെ ഈ ടാർട്ടർ ഒരുപാട് അടിഞ്ഞുകൂടി അതുകൊണ്ടുള്ള അതിൽ ബാക്ടീരിയ ഉണ്ടായിട്ടുള്ള അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ്, ഗം ഇൻഫെക്ഷനും മൾട്ടിപ്പിൾ കേരീസ് ഉള്ള ആൾക്കാരിലുമാണ് ഈ മെയിനായിട്ടും ഈ ഹാലിറ്റോസിസ് അല്ലെങ്കിൽ ബാഡ് ബ്രെത്ത് കാണുന്നത്. പിന്നെ ഇത് കൂടാതെ
ഹാലിറ്റോസിന് വേറെ പല കാര്യങ്ങൾ, അതായത് ഇഫ് യു ഹാവ് റെസ്പിറേറ്ററി ക്രോണിക് ആയിട്ടുള്ള റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ലൈക്ക് ക്രോണിക് ബ്രോങ്കൈറ്റിസ്, അല്ലെങ്കിൽ ഈ നോസ് ബ്ലോക്ക്, കുറേ ഡീവിയേഷൻ ഓഫ് സെപ്റ്റം ഉണ്ട്, അങ്ങനെ നോസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, ക്രോണിക് സൈനസൈറ്റിസ് ഉണ്ടെങ്കിൽ, പിന്നെ അങ്ങനെ ബ്രോങ്കിയസ്റ്റേസിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ അതും ഈ ഈ ബാഡ് ബ്രെത്ത് ഉണ്ടാക്കാം. പിന്നെ ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, വയറിൽ പല പ്രശ്നങ്ങൾ ഉള്ള ചില അസുഖങ്ങളിൽ അതിലും ഹാലിറ്റോസിസ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഡ്രൈ മൗത്ത് ഒരു ഹാലിറ്റോസിസിന് ഒരു മെയിൻ ഇഷ്യൂ ആണ്. അത് ചില ആൾക്കാർക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഡ്രൈ മൗത്ത് ഉള്ളവരുണ്ട്. പിന്നെ പല ആൾക്കാർ ഈ റേഡിയേഷനൊക്കെ കഴിഞ്ഞ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് റേഡിയേഷൻ വരുമ്പോൾ ഡ്രൈ മൗത്ത് ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഈ സലൈവറി ഗ്ലാൻഡിൻ്റെ ഇൻഫെക്ഷൻ കൊണ്ട് ഡ്രൈ മൗത്ത് ഉണ്ടാകുന്നവരുണ്ട്. അപ്പോൾ അതിലേത് കേസാണെങ്കിലും ഡ്രൈ മൗത്തിൽ നമ്മൾ പലപ്പോഴും കാരണം അപ്പം നമ്മൾ മൗത്ത് സ്റ്റാഗ്നൻ്റ് ആണല്ലോ, സലൈവ ഫ്ലോ ചെയ്യുന്നില്ല, അപ്പം ബാക്ടീരിയാസ് കൂടുതൽ വർക്ക് ചെയ്തിട്ട് ഈ സ്മെല്ലുണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്, കോളിലേക്ക് പോവാം. ഹലോ 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 ഡിസ്റ്റർബൻസ് ഉണ്ട്, ലൈൻ ക്ലിയർ അല്ല ഡോക്ടർ. യെസ്, അപ്പോൾ ഈ ഹാലിറ്റോസിസ് ഒരു കാര്യം എനിക്ക് പറയാനുള്ള, ഒരുപാട് ആൾക്കാർ ഹാലിറ്റോസിന്, അതായത് ബാഡ് ബ്രെത്തിന് ഈ ട്രീറ്റ്മെന്റ് അവർ വിചാരിക്കുന്നത് ഏതെങ്കിലും ഒരു ടൂത്ത് പേസ്റ്റ് വാങ്ങിച്ച് തേച്ചാൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൗത്ത് വാഷ്. കാരണം പലപ്പോഴും അഡ്വർടൈസ്മെന്റും അങ്ങനെയാണ് വരുന്നത്, ഈ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചാൽ ഹാലിറ്റോസിസ് വരില്ല, അല്ലെങ്കിൽ മൗത്ത് വാഷ്. അതിലൊരു കാര്യമില്ല. ഓക്കെ, ടൂത്ത് പേസ്റ്റും മൗത്ത് വാഷും ഒക്കെ ഒരു ലിമിറ്റ് വരെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിന്റെ കോസ് കണ്ടുപിടിക്കുക, എന്താണ് കാര്യം, എന്താണ് ഇതിന്റെ റൂട്ട് കോസ് കണ്ടുപിടിക്കാതെ നമ്മൾ അതിന്റെ മേളിൽ എന്തൊക്കെ ചെയ്തിട്ടും എന്തൊക്കെ ഉപയോഗിച്ചിട്ടും ഒരു കാര്യമില്ല. കോസ് കണ്ടുപിടിച്ച് അത് ട്രീറ്റ് ചെയ്താൽ അത് അവിടെ നിൽക്കും. ആ ഹാലിറ്റോസിസ് നമുക്ക് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ആണെങ്കിൽ അത് കണ്ടുപിടിക്കാം. റെസ്പിറേറ്ററി ആണെങ്കിൽ അത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ വായിൽ തന്നെ ക്ലീനിങ് ചിലപ്പോൾ ഒരു ക്ലീനിങ് പോളിഷിംഗ് ചെയ്താൽ തീരുന്ന പ്രശ്നമേ കാണത്തുള്ളൂ. അത് ചെയ്താൽ മതി അല്ലേ? ഓക്കെ ഡോക്ടർ, കോളർ ഉണ്ട്. ഹലോ 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 എനിക്കൊന്ന് സെയിം കോളറാ തോന്നുന്നു ഡോക്ടർ, ലൈനിന്റെ പ്രശ്നം. ഹലോ, unfortunately we seem to have lost the caller again. ജാസ്മിൻ ആരോ ആണ് വിളിച്ചത്, എനിക്ക് തോന്നുന്ന ലൈനിൽ എന്തോ പ്രശ്നമുണ്ട്. ഓൾറൈറ്റ്, അപ്പൊ ബേസിക്കലി ഇത് മെയിൻ കോസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് എനി പ്രോബ്ലം, ലൈക്ക് എനി ഡെന്റൽ പ്രോബ്ലം, നമ്മൾ അതിന്റെ സിംറ്റംസിനെ ട്രീറ്റ് ചെയ്തിട്ട് ഒരു കാര്യം അതൊരു ടോപ്പിക്കൽ, പലപ്പോഴും അങ്ങനെയാണ് കാണുന്നത്. കാരണം അത് സിംറ്റം ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, പിന്നെ മെയിൻ കോസിനെ ട്രീറ്റ് ചെയ്യാതെ കുറെ കാലം കഴിയുമ്പോൾ അത് ലേറ്റ് സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ പ്രശ്നമായിട്ടാണ് അറിയുന്നത്. ഓൾറൈറ്റ്, അപ്പൊ ഡോക്ടർ, ബേസിക് ഓറൽ ഹൈജീൻ ഇപ്പൊ ഡോക്ടർ പറഞ്ഞു 2 നേരം ബ്രഷ് ചെയ്യണം, ഫ്ലോസ് ചെയ്യണം, ഇതെല്ലാം കൂടാതെ ഡയറ്റിൽ എന്തെങ്കിലും നമുക്ക് അതൊരു മെയിൻ കാര്യമാണ് ഡയറ്റ്. അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ്, ന്യൂട്രീഷ്യസും ബാലൻസ്ഡ് ആയിട്ട് കഴിക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ ഷുഗറി ഫുഡ് അവോയ്ഡ് ചെയ്യുക. ഷുഗറി ആൻഡ് സ്റ്റിക്കി ആയിട്ടുള്ള ഫുഡുകൾ അവോയ്ഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അത് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് കുട്ടികൾക്ക് നമുക്കിപ്പോൾ ചോക്ലേറ്റ് കഴിക്കേണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അവർ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ബ്രഷ് ചെയ്യുക, അല്ലെങ്കിൽ അത് മൗത്ത് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ റിൻസ് ചെയ്യുക, അറ്റ്ലീസ്റ്റ് റിൻസ് ചെയ്യുക. അങ്ങനെ ഒരു ഹാബിറ്റ് അവരിൽ ഉണ്ടാക്കുക. പിന്നെ അതിന്റെ ഫ്രീക്വൻസി കുറയ്ക്കുക. നമ്മൾ ഈ ചോക്ലേറ്റും ഇതൊക്കെ കൊടുക്കുന്നത് നമുക്ക് അതിനൊരു ടൈം വെക്കുക. ഒന്നില്ലേ ഫുഡ് കഴിഞ്ഞിട്ട് ഉടനെ കഴിക്കുക, അത് കഴിയുമ്പം വാഷ് ചെയ്യുക, റിൻസ് ചെയ്യാന്നൊരു അങ്ങനെ ഒരു ഹാബിറ്റ് വെക്കുക. സ്റ്റിക്കി ഫുഡും ഇത് അവോയ്ഡ്. പിന്നെ ഫിസി ഡ്രിങ്ക്സ് ഇവിടെ മിഡിൽ ഈസ്റ്റിൽ ഒരുപാട് കാണുന്ന, എസ്പെഷ്യലി ടീനേജേഴ്സിൽ ഒരുപാട് കാണുന്ന ഒരു ലൈഫ് സ്റ്റൈൽ. അത് എനിക്ക് തോന്നുന്നു, എനിക്ക് പേഷ്യൻസ് ഉണ്ട്, അവര് ദേ ഡോണ്ട് ഡ്രിങ്ക് വാട്ടർ, ഇൻസ്റ്റെഡ് ഓഫ് വാട്ടർ ദേ ഡ്രിങ്ക് പെപ്സി. അങ്ങനെയുള്ള കുട്ടികൾ, അത് എസ്പെഷ്യലി ടീനേജേഴ്സ്, അതിന്റെ നമുക്ക് കറക്റ്റായിട്ട് അവരുടെ വായ കാണുമ്പോൾ മനസ്സിലാവും. കാരണം ഇനാമൽ മുഴുവനും ഡീമിനറലൈസ് ചെയ്ത് സോഫ്റ്റ് ഇനാമൽ, നമ്മൾ തൊടുമ്പോൾ ഇങ്ങനെ കുഴിഞ്ഞു പോയി ഇനാമൽ. അതാണ് അത് ഇവിടുത്തെ കുട്ടികൾക്ക് ഒരുപാട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതും നമ്മൾ ഒരുപാട് റെസ്ട്രിക്ട് ചെയ്യേണ്ട കാര്യമാണ്. ഏരിയേറ്റഡ് ഡ്രിങ്ക്സ്, അതുപോലെ ജങ്ക് ഫുഡ്, ഇതൊക്കെ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമുക്കത് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാം. പേരൻസ് വിചാരിച്ചാൽ പിന്നെ അവരെ പ്രോപ്പറായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുക, അവർക്ക് അതിൻ്റെ ബാഡ് ഇഫക്ട്സ് കാണിച്ചു കൊടുക്കുക. എനിക്ക് എൻ്റെ അടുത്ത് വരുന്ന കുട്ടികൾക്ക്, എസ്പെഷ്യലി ടീനേജേഴ്സിനെ ഞാൻ നല്ലോണം ഒരു ക്ലാസ് കൊടുക്കാറുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ എനിക്കത് വളരെ, നമ്മളത് പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ അതിന്റെ വ്യത്യാസം കാണാനും ഉണ്ട് കേട്ടോ. ഒരുപാട് വ്യത്യാസങ്ങൾ ഞാൻ കാണാറുണ്ട്. സോ നമ്മൾക്ക് പ്രാക്ടീഷണേഴ്സ്, നമ്മൾക്കും ഒരുപാട് അവരുടെ ഡയറ്ററി
കാര്യങ്ങളിലൊക്കെ നമ്മൾക്കും പറഞ്ഞാലും അവർ കേൾക്കും. കാരണം നമ്മൾ വർഷങ്ങളായിട്ട് ശരി, അറിയാവുന്ന ഇത്രയും പേഷ്യൻസ് ആകുമ്പോൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെന്റിസ്റ്റ് എന്നാ നമ്മൾ പേടിച്ചിരിക്കുന്നത്. ലുക്ക് അറ്റ് ഡോക്ടർ ഡാർലി ജെയിംസൺ. ഇത്രയും സ്വീറ്റ് ആൻഡ് ഇത്രയും അഫെക്ഷനേറ്റ് ആയിട്ടുള്ള ഒരു ഡെന്റിസ്റ്റിനെ ഇനി കിട്ടുന്ന എനിക്ക് തോന്നണില്ല. So those of you who need to meet Dr. Darley, she is available at NMC Shahba, NMC Medical Center ഷാബയിലാണ്. ഇനി ഡോക്ടറുടെ കൺസൾട്ടേഷൻ ടൈമിങ്സ് അറിയണമെങ്കിൽ യു നോ വാട്ട് ടു ഡു. ജസ്റ്റ് സെൻഡ് എ മെസ്സേജ് ഓൺ ആ വാട്സ്ആപ്പ് നമ്പർ. ഡോക്ടറുടെ ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്യുന്നതായിരിക്കും. Doctor, thank you so much. It was so wonderful talking to you. Thank you so much and for giving me this chance. It was really nice talking Absolutely. to you. Pleasure is ours. Thank you. And that brings us an end to Care and Cure segment.